ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കർമ്മ അൺവെയിൽഡ്. കർമ്മ എന്ന ഫിലോസഫി ഉണ്ടല്ലോ, അതിൻ്റെ മറ നീക്കുകയാണ്, അനാവരണം ചെയ്യുകയാണ്. അണ്ടർസ്റ്റാൻഡിങ് ആക്ഷൻ ആൻഡ് ഡെസ്റ്റിനി. ബൈ കർമ്മ വൺ ഇസ് ബോൺ, ബൈ കർമ്മ വൺ ഡൈസ്. കർമ്മത്താൽ നമ്മൾ ജനിക്കുന്നു, കർമ്മത്താൽ നമ്മൾ മരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജനന മരണ ചക്രത്തിന് പിന്നിലുള്ള ഏകരഹസ്യം കർമ്മയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തുടക്കം എന്ന് പറയുന്നത് ജനനം. തുടക്കം കുറിക്കുന്നത് ജനനത്തിലൂടെ അല്ലേ? ആ ഒരു മനുഷ്യൻ്റെ അവസാനം എന്ന് പറയുന്നത് മരണം. അതിനുള്ളിലുള്ള ഇടയിലുള്ളതാണ് ജീവിതം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ജനനത്തിനും മരണത്തിനും കാരണമായത് കർമ്മയാണെങ്കിൽ പിന്നെ ബാക്കി എല്ലാ സംഗതികളുടെയും പുറകിൽ എന്തായിരിക്കും? കർമ്മ തന്നെയാകില്ലേ? അതാണ് സാധ്യത അല്ലേ? നമുക്കത് പരിശോധിക്കാം ഇന്നത്തെ സെഷനിൽ. ഇതിൽ ആധികാരികമായിട്ട് നമുക്ക് നോക്കാനുള്ളത് ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറയുന്നുണ്ട്. നൗ ആസ് എ മാൻ ഇസ് ലൈക്ക് ദിസ് ഓർ ലൈക്ക് ദാറ്റ്, അക്കോർഡിംഗ് ആസ് ഹി ആക്ട്സ് ആൻഡ് അക്കോർഡിംഗ് ആസ് ഹി ബിഹേവ്സ് സോ വിൽ ഹി ബി എന്ന് പറയുന്നു. ഒരു മനുഷ്യൻ എങ്ങനെയാണ്, അവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അക്കോർഡിംഗ് ആസ് ഹി ആക്ട്സ്, എങ്ങനെ പ്രവർത്തിക്കുന്നുവോ, ആൻഡ് അക്കോർഡിംഗ് ആസ് ഹി ബിഹേവ്സ്, എങ്ങനെ പെരുമാറുന്നുവോ, സോ വിൽ ഹി ബി, അങ്ങനെയായി തീരും അവൻ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഓരോ വ്യക്തിയും എന്തായി മാറുന്നു എന്നുള്ളതിൻ്റെ സൂചന ഇവിടെ ഉണ്ട്. നമ്മളെങ്ങനെ ആക്ട് ചെയ്യുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, പെരുമാറുന്നു, അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം. തുടർന്ന് പറയാണ്, എ മാൻ ഓഫ് ഗുഡ് ആക്ട്സ് വിൽ ബിക്കം ഗുഡ്, എ മാൻ ഓഫ് ബാഡ് ആക്ട്സ് ബാഡ്. നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന മനുഷ്യൻ നല്ലവനായിത്തീരും, ചീത്ത പ്രവൃത്തികൾ ചെയ്യുന്നവൻ ചീത്തയായിത്തീരും. ഹി ബിക്കംസ് പ്യോർ ബൈ പ്യോർ ഡീഡ്സ്. ശുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്നവൻ ശുദ്ധനാകും, ബാഡ് ബൈ ബാഡ് ഡീഡ്സ്. ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തി ദുഷ്ടനാകും എന്ന് പറയാം. അപ്പോൾ നോക്കൂ, നമ്മുടെ പ്രവൃത്തികൾ ആണ് നമ്മളെ നമ്മളാക്കുന്നത്. നല്ലത് ചെയ്താൽ നല്ലവനാകും, ചീത്ത ചെയ്താൽ ചീത്തയാകും, ശുദ്ധമായത് ചെയ്താൽ ശുദ്ധമായതാകും, മോശം ചെയ്താൽ മോശമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഉപനിഷത്തിൽ മാത്രമൊന്നല്ല, ഏത് ഒരു മതഗ്രന്ഥം പരിശോധിച്ചാലും സെയിം കാര്യം തന്നെയാണ് പറയുന്നുണ്ടാവും അല്ലേ? തുടർന്ന് പറയുന്നു, ആൻഡ് ഹിയർ ദേ സേ ദാറ്റ് എ പേഴ്സൺ കൺസിസ്റ്റ്സ് ഓഫ് ഡിസയേഴ്സ്, ആൻഡ് ആസ് ഇസ് ഹിസ് ഡിസയർ സോ ഇസ് ഹിസ് വിൽ, ആൻഡ് ആസ് ഇസ് ഹിസ് വിൽ സോ ഇസ് ഹിസ് ഡീഡ്, ആൻഡ് വാട്ട് എവർ ഡീഡ് ഹി ഡസ് ദാറ്റ് ഹി വിൽ റീപ്പ്. നേരത്തെ പറഞ്ഞത് ആക്ട്സിനെ കുറിച്ചാണല്ലോ അല്ലേ, പ്രവൃത്തികളെ കുറിച്ചൊക്കെയാണ്. ഇവിടെ നോക്കൂ, ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ നിറഞ്ഞതാണ്. എ പേഴ്സൺ കൺസിസ്റ്റ്സ് ഓഫ് ഡിസയേഴ്സ്, ആസ് ഇസ് ഹിസ് ഡിസയർ സോ ഇസ് ഹിസ് വിൽ. അവൻ്റെ ആഗ്രഹം പോലെ തന്നെ അവന് ഇച്ഛയുണ്ടാകുന്നു. ആസ് ഇസ് ഹിസ് വിൽ സോ ഇസ് ഹിസ് ഡീഡ്. അവൻ്റെ ഇച്ഛ എങ്ങനെയാണോ അതുപോലെ തന്നെ അവൻ പ്രവൃത്തി ചെയ്യുന്നു. ആൻഡ് വാട്ട് എവർ ഡീഡ് ഹി ഡസ് ദാറ്റ് ഹി വിൽ റീപ്പ്. അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതനുസരിച്ച് അവൻ കൊയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്ത് എന്ന് പറയുന്നത് ആഗ്രഹമാണ്. അവിടുന്ന് തുടങ്ങുകയാണ്, അതിനനുസരിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നീങ്ങുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു വയ്ക്കുന്നത് ശരിക്കും കർമ്മ ഫിലോസഫിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിനകത്തുണ്ട്, അതുകൊണ്ടത് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ കർമ്മയെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് തരം ട്രൂത്ത് നമുക്ക് പറയാം. ഒന്ന് റിലേറ്റീവ് ട്രൂത്ത്. റിലേറ്റീവ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ആപേക്ഷിക സത്യം. രണ്ട് ആബ്സല്യൂട്ട് ട്രൂത്ത്, പരമമായ സത്യം. അപ്പോൾ രമണ മഹർഷിയുടെ ടീച്ചിങ്സിലെല്ലാം ഉള്ളത് ആബ്സല്യൂട്ട് ട്രൂത്താണ്. അതാണ് ശരിക്കും അദ്വൈതം എന്ന് പറയുന്നത്, നോൺ ഡുവൽ ടീച്ചിങ്ങിൽ വരുന്നതാണ്. പക്ഷെ പലർക്കും ഇതൊന്നും മനസ്സിലാകില്ല. അപ്പോൾ അങ്ങനെ മനസ്സിലാകാത്തവർക്ക് വേണ്ടി റിലേറ്റീവായിട്ടുള്ള ആപേക്ഷികമായ സത്യം പല ഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ സ്ക്രിപ്റ്റേഴ്സിലും അതുണ്ട്. കാരണം ഓരോരുത്തരുടെ തട്ടനുസരിച്ചാണ് ഓരോരുത്തർക്ക് ടീച്ചിങ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഈ റിലേറ്റീവ് ട്രൂത്തിലേക്ക് വരുമ്പോൾ അവിടെ ജനനങ്ങളും മരണങ്ങളും പുനർജന്മമൊക്കെ ഉണ്ട് കർമ്മ ഫിലോസഫിയിൽ. നമ്മൾ ഓരോരുത്തരും പല ജന്മങ്ങളിലൂടെ കടന്നു പോകുന്നു, ബർത്ത് 1, 2, 3 എന്ന് പറയുന്നു. പക്ഷേ ഈ പുനർജന്മം
എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നില്ല. പുനർജന്മം എന്ന വിശ്വാസമുള്ളത് ഹിന്ദുയിസം, ബുദ്ധിസം, സിഖിസം, ജൈനിസം ഇങ്ങനെയുള്ള മതങ്ങളാണ്. ബാക്കി എല്ലാവരൊന്നും പുനർജന്മം വിശ്വസിക്കുന്നില്ല. പക്ഷേ കർമ്മ ഫിലോസഫിയൊക്കെ ഉണ്ട്. അവർ പറയുന്നത് വേറെ പേരിലൊക്കെ ആയിരിക്കും, കോസ് ആൻഡ് ഇഫക്റ്റ് ഫിനോമിനൻ ആയിരിക്കും, ബട്ട് അത് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കർമ്മ ഫിലോസഫി ഒന്ന് നോക്കാം. സിദ്ധാർത്ഥ് എന്ന പേരുള്ള വലിയൊരു ധനികൻ ഉണ്ടായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു, വലിയ കച്ചവടക്കാരനായിരുന്നു. ഒരു രാജാവ് എങ്ങനെയാണോ ജീവിക്കുക ആ രീതിയിലായിരുന്നു സിദ്ധാർത്ഥിൻ്റെ താമസം. ഓക്കെ, എല്ലാ സൗകര്യങ്ങളുള്ള വീട്, കൊട്ടാരം പോലുള്ള വീടാണ്, ഇഷ്ടംപോലെ വേലക്കാരുണ്ട്, എല്ലാ സുഖങ്ങളും ഉണ്ട്, വളരെ പ്രൗഢിയും ആഡംബരവും ഒക്കെ ചേർന്നിട്ടുള്ള ജീവിതമായിരുന്നു സിദ്ധാർത്ഥൻ്റെ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു സിദ്ധാർത്ഥന്. എന്താണെന്നറിയോ? അദ്ദേഹം ഗ്രീഡി ആയിരുന്നു, അത്യാഗ്രഹിയായിരുന്നു. ഒരുവിധം എല്ലാ ബിസിനസ് ഡീലുകളിലും അദ്ദേഹം ആളുകളെ പറ്റിക്കുമായിരുന്നു. അങ്ങനെ ഓരോ ബിസിനസ്സിലും അദ്ദേഹം കഴിയാവുന്ന അത്ര ലാഭം ഉണ്ടാക്കി, ഇരട്ടി ലാഭം ഉണ്ടാക്കി, 3 മടങ്ങ് ലാഭം ഉണ്ടാക്കി. അങ്ങനെയാണ് പണക്കാരനായത്. ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ, കൃത്യമായിട്ടുള്ള കൂലി അവർക്ക് കൊടുക്കില്ല, ശമ്പളം കൊടുക്കില്ല, കഴിയുന്നത്ര പിടിച്ചു വയ്ക്കും. പക്ഷേ ഇതൊന്നും ഇദ്ദേഹത്തിന് യാതൊരു കുറ്റബോധവുമില്ല. അതാണ് പ്രശ്നം. അങ്ങനെ അദ്ദേഹം ജീവിച്ചിങ്ങനെ പോയി. വലിയൊരു ബിസിനസ് ഡീലിൻ്റെ ഒരു സമയം വന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്, വിക്രം എന്നാണ് പേര്, വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ്, അയാൾ വലിയ ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഈ വിക്രമായിട്ടുള്ള ഒരു ബിസിനസ് ഡീലിൽ അദ്ദേഹം ഏർപ്പെട്ടു. അപ്പോൾ ക്ലോസ് ഫ്രണ്ട് ആയത് കാരണം വിക്രം സിദ്ധാർത്ഥിനെ വളരെ വിശ്വസിച്ചു, ട്രസ്റ്റ് ചെയ്തു. അങ്ങനെ ട്രസ്റ്റ് ചെയ്തിട്ട് കുറച്ചു കാലം ബിസിനസ് ചെയ്തപ്പോൾ വിക്രമിൻ്റെ ബിസിനസ് സീക്രട്സ് എല്ലാം സിദ്ധാർത്ഥ് മനസ്സിലാക്കി, പഠിച്ചു. ഇവർ തമ്മിലുള്ള പല ഡോക്യുമെന്റ്സ് ഉണ്ടാവുമല്ലോ, രേഖകൾ ഉണ്ടാവില്ല, എഗ്രിമെന്റ്സ് ഉണ്ടാവുമല്ലോ, അതെല്ലാം ഇദ്ദേഹം മാറ്റി എഴുതി. അങ്ങനെ അതിലൂടെ വിക്രമിൻ്റെ കയ്യിലുള്ള കാശ് മുഴുവൻ ഇദ്ദേഹം തട്ടിയെടുത്തു. വിക്രം ബാങ്ക്രപ്റ്റായി. അങ്ങനെ വിക്രമിൻ്റെ കഥ അവിടെ അവസാനിച്ചു. ഇദ്ദേഹം വലിയ പണക്കാരനായി. പക്ഷെ ഇദ്ദേഹം ആരെയും വിശ്വസിച്ചില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ രീതി ഇങ്ങനെയായത് കാരണം ഒരാളെയും വിശ്വസിക്കാതെ. അങ്ങനെ അദ്ദേഹം ജീവിച്ചു പോയി. പണമൊക്കെ കുറേ ഉണ്ടായി. കുറേ ആയപ്പോൾ അദ്ദേഹത്തിന് അസുഖം വന്നു, പ്രായം ബാധിച്ചു. പ്രായമൊക്കെ ആയ സമയത്ത് തീരെ സുഖമില്ലാതെ കിടപ്പിലായി. അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തൊക്കെ ഉണ്ടല്ലോ, പണമൊക്കെ ഉണ്ടല്ലോ, അത് പലരും അടിച്ചു മാറ്റി. അയാൾക്കൊന്നും പറയാനും ചെയ്യാനുമില്ല. കുടുംബത്തിലുള്ളവർ പോലും അദ്ദേഹത്തെ വിട്ടുപോയ സമയത്ത് ആ വലിയ കൊട്ടാരം പോലുള്ള വീട്ടിൽ അദ്ദേഹം വളരെ ഒറ്റയ്ക്കായിപ്പോയി, ലോൺലിയായി. അങ്ങനെ കിടന്ന് നരകിച്ചാണ് അദ്ദേഹം മരിച്ചത്. സിദ്ധാർത്ഥ് പുനർജനിച്ചത് ഗോവിന്ദായി. ഓക്കെ, ഒരു പാവപ്പെട്ട കൂലിപ്പണിക്കാരനായിട്ടാണ് ജനിച്ചത്. പഠിക്കാൻ കാശില്ല, കൂലി വേല ചെയ്താണ് അദ്ദേഹം ജീവിച്ചത്. പക്ഷെ വളരെ നല്ല വ്യക്തിയായിരുന്നു ഗോവിന്ദ്. ഗോവിന്ദിന് പണി കൊടുക്കുന്ന ഒരാളും കൃത്യമായി വേതനം ഗോവിന്ദിന് നൽകാറില്ലായിരുന്നു. എങ്കിലും ഇദ്ദേഹം വളരെ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു ജീവിച്ചത്. കുറേ കാലം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കിട്ടുന്ന പണം മാറ്റിവെച്ച് സ്വന്തമായിട്ട് ചെറിയൊരു കച്ചവടം തുടങ്ങി. അപ്പോൾ കച്ചവടം തുടങ്ങിയ സമയത്ത് അദ്ദേഹം നല്ല ഒരു മനസ്സുള്ള വ്യക്തിയായത് കാരണം കുറേ ആൾക്കാർ, കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ പലരും സഹായം ചോദിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം കൊടുക്കും. കഴിയാവുന്ന രീതിയിലും അദ്ദേഹം സഹായിക്കും. കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അദ്ദേഹം പലർക്കും സഹായം ചെയ്തു കൊടുത്തു. ബിക്കോസ് ഹി വാസ് ഗുഡ് ബൈ നേച്ചർ. അങ്ങനെയാണ് അദ്ദേഹം കുറേ വർഷം കൊണ്ട് ഒരു സക്സസ്ഫുൾ ബിസിനസ് ആയിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം കാരണം കുറേ ആളുകൾ അദ്ദേഹത്തിന് ബിസിനസ് കൊടുക്കുമായിരുന്നു. അപ്പം ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ വർഷങ്ങളെടുത്തു. പക്ഷേ ഇത്രയും വലിയ പണക്കാരനായപ്പോഴും അദ്ദേഹത്തിന് വലിയൊരു തലവേദനയായിട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു, രോഹിത്. രോഹിത് ഗാംബ്ലിംഗ് ആയിരുന്നു മെയിനായിട്ടുള്ള ജോലി. കണ്ടമാനം മദ്യപിക്കും, ചീത്ത കൂട്ടുകെട്ട്. ഗോവിന്ദ് എത്ര ഉപദേശിച്ചും രോഹിതിനൊരു മാറ്റവും വന്നില്ല. അച്ഛൻ ഉണ്ടാക്കിയ പണം മുഴുവൻ കള്ളു കുടിച്ച്, ഷീട്ട് കളിച്ച്, ദൂർത്തടിച്ച് ചിലവാക്കി. അദ്ദേഹത്തിനെ നോക്കിയിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല, എന്താ എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയതെന്ന്. അങ്ങനെ ജ്ഞാനിയായിട്ടുള്ള ഒരു ത്രികാല ജ്ഞാനിയായിട്ടുള്ള ഒരു സന്യാസി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹം പോയിട്ട് കരയുക ചെയ്യുന്നത്. വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയുകയാണ്, ഈ ജീവിതം ശരിക്കും വളരെ ക്രൂവലാണ്, ഒട്ടും തന്നെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരാളെ പോലും പറ്റിച്ചിട്ടില്ല, എല്ലാവർക്കും ഞാൻ സഹായം ചെയ്തു കൊടുത്തിട്ടുള്ളൂ, കഠിനമായി ഞാൻ അധ്വാനിച്ചു. പക്ഷെ കുട്ടിക്കാലം മുതൽക്ക് എനിക്കുണ്ടായിട്ടുള്ളത് മുഴുവൻ വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും എന്നെ ബിട്രേ ചെയ്തു, എന്നെ ചീറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ കഷ്ടപ്പെട്ട് ഒരു ബിസിനസ് ഉണ്ടാക്കിയത്. പക്ഷെ അവിടെയും എനിക്ക് തകർച്ച വന്നു. എൻ്റെ സ്വന്തം മകൻ തന്നെ എന്നെ ഒന്നുമില്ലാതെയാക്കി. സോ വൈ ഈസ് ലൈഫ് സോ അൺഫെയർ ടു മീ എന്നാണ് അദ്ദേഹം ചോദിച്ചത്.
അപ്പോൾ ഈ ത്രികാലജ്ഞാനിയാണല്ലോ, അദ്ദേഹം കണ്ണടച്ച് കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് കണ്ണ് തുറന്നിട്ട് പറഞ്ഞു, നീ ശരിക്കും സഫർ ചെയ്യുന്നത് നിന്റെ ഒരു വിധിയെന്ന് പറയാൻ പറ്റില്ല. നീ എന്താണോ ചെയ്തത് അതിനുള്ള കർമ്മയാണ് നീ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദനൊന്നും മനസ്സിലായില്ല. എന്താ നിങ്ങൾ പറയുന്നു ചോദിച്ചു. പറഞ്ഞു, മുൻ ജന്മത്തിൽ നീ സിദ്ധാർത്ഥ എന്നുള്ള പേരിൽ വലിയൊരു കച്ചവടക്കാരനായിരുന്നു. ആ സമയത്ത് നീ കണ്ടമാനം ആളുകളെ പറ്റിച്ചിട്ടുണ്ട്. അതിലുറ്റ സുഹൃത്തായിട്ടുള്ള നിന്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു, വിക്രം. അദ്ദേഹത്തിനടുത്ത് ഏറ്റവും കൂടുതൽ പണം നീ അടിച്ചു മാറ്റിയത്. അപ്പോൾ നിനക്ക് ഉണ്ടായ പണം മുഴുവൻ നിൻ്റെതായിരുന്നില്ല. ആ ജന്മത്തിൽ നീ പറ്റിച്ചവരൊക്കെ നിന്നെ പറ്റിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, പല പല ഭാവത്തിൽ മുഖങ്ങളിലൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വല്ലാതെ സങ്കടമായി ഗോവിന്ദന്. അദ്ദേഹം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം കാൽക്കൽ വീണ് നമസ്കരിച്ച് പറഞ്ഞു, എന്നെ ഇതൊന്ന് രക്ഷിക്കണം, എനിക്ക് മാപ്പ് തരണം, ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ പ്രായശ്ചിത്തം എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ സന്യാസി പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് നല്ല ആർക്കും നിന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ വിത്ത് മുഴുവൻ നീ തന്നെ കുഴിച്ചിട്ടതാണ്, അപ്പോൾ നീ തന്നെ അനുഭവിച്ചേ പറ്റൂ. ഇതാണ് കർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ നിനക്കൊന്ന് ചെയ്യാൻ സാധിക്കും, ഇനി മുതൽ ഇങ്ങനെയുള്ള യാതൊന്നും പറയാതിരിക്കുക, പരാതിയൊന്നും പറയാതെ ഈ വിഷമമൊക്കെ സഹിച്ചുകൊണ്ട് നീ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നല്ല വ്യക്തിയായിട്ട് ജീവിക്കണം. നിന്റെ പാസ്റ്റ് കർമ്മയാണ് ഇപ്പോൾ നീ അനുഭവിക്കുന്നത്, പക്ഷെ നിന്റെ ഫ്യൂച്ചർ കർമ്മ നിനക്ക് ഇപ്പോൾ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ സ്ലോലി ആ സൈക്കിൾ എൻഡ് ആകുന്ന സമയത്ത് നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറും എന്ന് പറഞ്ഞപ്പോൾ വലിയ സമാധാനമായി. അദ്ദേഹത്തിന് കുറച്ച് ജ്ഞാനം ഉദിച്ചു. ഇത് മനസ്സിലായി എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം വിഷമിച്ചത്. എൻ്റെ മനസ്സുകൊണ്ടൊരു തീരുമാനം എടുത്തു, ഞാൻ എൻ്റെ വഴികളെല്ലാം മാറ്റാൻ പോവുകയാണ്, ഫർദറായിട്ട് സഫറിങ് ഞാൻ എനിക്ക് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് തൻ്റെ മകനെ പോലും അദ്ദേഹം ഫൊർഗിവ് ചെയ്തു. അത്രയും കാലം പറ്റാത്തൊരു സംഗതിയാണ്. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്, മനസ്സമാധാനം ഉണ്ടായത്. അപ്പോൾ ഈ കഥയിൽ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, ഈ ഗോവിന്ദ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ജന്മത്തിൽ, ഒന്നാം ജന്മത്തിൽ സിദ്ധാർത്ഥായിരുന്നു. അപ്പോൾ ഈ ഒരു ടീച്ചിങ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ട്, നമുക്ക് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ചത് മാത്രമേ നമുക്കറിയാൻ സാധിക്കൂ. ഇതിന് മുമ്പുള്ളത് നമുക്കൊന്നും അറിയാൻ സാധിക്കില്ല. അപ്പം അത് കാരണം നമ്മൾ എന്തുകൊണ്ട് ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ കേട്ടതുപോലെ തന്നെ നമുക്ക് നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം ചെയ്യുക, ആരെയും വിഷമിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കാം. എങ്കിൽ മാത്രമേ ഫർദർ ആയിട്ടുള്ള കർമ്മ ഉണ്ടാകാതിരിക്കുകയുള്ളൂ. കർമ്മ ലെസൺസിൽ ചില കാര്യങ്ങൾ നോക്കാം. എവറി ആക്ഷൻ ഗുഡ് ഓർ ബാഡ് ക്രിയേറ്റ്സ് റിപ്പിൾസ് ദാറ്റ് വിൽ റിട്ടേൺ ടു യു ഇൻ സം ഫോം. ഓരോ പ്രവൃത്തിയും നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, അത് ഏതെങ്കിലും രൂപത്തിൽ, നല്ലത് ചെയ്താൽ നല്ല രൂപത്തിൽ, മോശമായിട്ടുള്ളത് ചെയ്താൽ മോശം രൂപത്തിൽ നമ്മളിലേക്ക് തിരിച്ചു വരും. ക്രിയേറ്റ്സ് റിപ്പിൾസ്, ഓളങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് നമ്മൾ ജീവിച്ച ജീവിതം നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കർമ്മ ഫിലോസഫി മനസ്സിലാക്കണം, റിലേറ്റീവ് ട്രൂത്താണ്, ആപേക്ഷികമായ സത്യമാണ്. ഓക്കെ, ഇത് പഠിക്കുന്നവർക്ക് ശരിക്കും അവരുടെ മനസ്സിനെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഈ റിലേറ്റീവായിട്ട് ടീച്ചിങ് കൊടുക്കുന്നത്. രണ്ട്, കർമ്മ ഈസ് നോട്ട് അബൌട്ട് പണിഷ്മെൻറ്റ്, ഇറ്റ് ഈസ് അബൌട്ട് ലേണിംഗ്, അക്സെപ്റ്റൻസ് ആൻഡ് സെൽഫ് കറക്ഷൻ. കർമ്മ എന്ന് പറയുന്നത് ശരിക്കും ശിക്ഷയേ അല്ല. കർമ്മ നമ്മളെ ശിക്ഷിക്കുന്നില്ല. കർമ്മ എന്ന് പറയുന്നത് വെറും ലെസൺസ് ആണ്, പാഠങ്ങൾ മാത്രമാണ്. നമ്മളെന്താ വേണ്ടത്? അക്സെപ്റ്റ് വാട്ട് ഇസ് ദിയർ. എന്താണോ എനിക്ക് ഈ ജന്മം തന്നത്, എന്താണോ ഈ പ്രപഞ്ചം എനിക്ക് തന്നത്, എന്താണോ ദൈവം എനിക്ക് തന്നത്, അത് ഞാൻ രണ്ട് കൈയും കാണിച്ച് സ്വീകരിക്കുകയാണ്, അക്സെപ്റ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ സെൽഫ് കറക്ഷന് മുതിരുകയാണ്, സ്വയം തിരുത്താൻ ഞാൻ മുതിരുകയാണ്. എന്താ തിരുത്തൽ? ഞാൻ കംപ്ലൈൻറ്റ് പറയുന്നുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് പറയുന്നില്ല, കാരണം എനിക്ക് വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ കംപ്ലൈൻറ്റ് പറയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി ഞാനത് മാറ്റുന്നു. The mind that creates karma cannot free itself from karma. Only wisdom can. മനസ്സാണ് ഈ കർമ്മത്തെ കൂടുതൽ ഉണ്ടാക്കുന്നത്, സൃഷ്ടിക്കുന്നത്. പക്ഷേ മനസ്സിന് കർമ്മത്തിൽ നിന്നും സ്വയം മോചിതനാകാൻ കഴിയുകയില്ല. പിന്നെ എന്തിനാ കഴിയുക? ഓൺലി വിസ്ഡം ക്യാൻ. ജ്ഞാനത്തിന് മാത്രമേ കഴിയൂ. അപ്പോൾ ഈ ജ്ഞാനമാണ് ശരിക്കും നമ്മുടെ കർമ്മത്തെ ഇല്ലായ്മ ചെയ്യുക. Holding on to resentment adds more to your karma. Forgiveness frees you. റിസെൻറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ദേഷ്യവും നീരസമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആഡ്സ് മോർ ടു യുവർ കർമ്മ. നമ്മുടെ കർമ്മം കൂടുതലാകുന്നു. ഫോർഗിവ്നെസ് ഫ്രീസ് യു. നമ്മൾ ക്ഷമിക്കാൻ പഠിച്ചാൽ സ്വതന്ത്രനാകുന്നു. അപ്പോൾ തെറ്റ് ചെയ്തവരെ നമ്മൾ ക്ഷമിക്കേണ്ടി വരും, ഒരു കാരണവുമില്ല ക്ഷമിക്കാൻ. പക്ഷെ ക്ഷമിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? ഇറ്റ് ആഡ്സ് മോർ ടു യുവർ കർമ്മ. ആഗാമി കർമ്മ എന്നാണ് പറയുന്നത്.
The moment you stop identifying as a doer, you cease creating new karma. The moment you stop identifying as a doer, നിങ്ങളാണ് ചെയ്യുന്നത്, ഞാനാണെങ്കിൽ ഞാനാണ് ചെയ്യുന്നത് എന്ന കർത്തൃത്വ ഭാവം ഉണ്ടല്ലോ, അത് ഞാൻ ഒഴിവാക്കി കഴിഞ്ഞാൽ പുതിയ കർമ്മങ്ങൾ എനിക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞ ആഗാമി കർമ്മ ഉണ്ടല്ലോ, സൃഷ്ടിക്കില്ല. പ്രാരബ്ധ കർമ്മം ഉണ്ടാവും, അതവിടുന്ന് വരികയാണ്. സഞ്ചിതയിൽ നിന്ന് ഒരു പോർഷൻ നമ്മൾ ഇവിടേക്ക് എടുക്കുകയാണ് ഈ ജന്മത്തിലേക്ക്, നമ്മളത് അനുഭവിച്ചേ പറ്റൂ. പക്ഷേ ഫർദർ ആയിട്ടുള്ള ഫ്രഷ് കർമ്മ നമ്മൾ ഉണ്ടാക്കില്ല. And finally, only in full realization of the self does karma completely lose its grip on you. ആത്മജ്ഞാനം പൂർണ്ണമായി ലഭിക്കുമ്പോൾ മാത്രമേ കർമ്മത്തിൻ്റെ പിടിയിൽ നിന്നും പൂർണ്ണമായും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അൾട്ടിമേറ്റ്ലി വരുന്നത് വീണ്ടും റിയലൈസേഷനിലേക്കാണ്. ഓക്കെ, ഫുൾ റിയലൈസേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ കർമ്മം പൂർണ്ണമായും വിട്ടുപോകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബൈബിളിൽ പറയുന്നു, പുട്ട് യുവർ സോഡ് ബാക്ക് ഇൻ ഇറ്റ്സ് പ്ലേസ്, ഫോർ ഓൾ ഹു ഡ്രോ ദ സോഡ് വിൽ ഡൈ ബൈ ദ സോഡ്. നിങ്ങൾ വാൾ അതിൻ്റെ സ്ഥാനത്ത് തിരികെ വെക്കുക, കാരണം വാൾ എടുക്കുന്നവരെല്ലാം വാളാൽ മരിക്കും എന്നാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ഡ്രോയിങ് ദ സോഡാ പറഞ്ഞിട്ടുള്ളൂ, അരി വെട്ടിയിട്ടൊന്നുമില്ല. ഓക്കെ, വാള് ജസ്റ്റ് എടുത്തിട്ടേ ഉള്ളൂ. ബട്ട് അവിടെ എന്താ കാര്യം? ഇൻറ്റൻഷൻ. നിങ്ങളുടെ ഉദ്ദേശ്യം എന്താണ്? ഒരാളെ കൊല്ലണമാണോ? ആ ഉദ്ദേശ്യം അനുസരിച്ച് ലൈഫ് മാറുന്നതാണ്. ഇത് ശരിക്കും ലോ ഓഫ് കർമ്മൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈവിൽ ഇൻറ്റൻഷൻ മാത്രം മതി, മനസ്സിൽ കർമ്മ ആരംഭിച്ചു കഴിഞ്ഞു. ഒരാൾ ഞാൻ ഒന്നും ചെയ്തില്ല, പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ കർമ്മ സ്റ്റാർട്ട്സ്. അപ്പോൾ നമ്മുടെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫ് ലൈനിൽ നമ്മളൊരു ചെറിയ ഒരു ശിശുവായി ജനിച്ചു, അങ്ങനെ വലുതായി, അങ്ങനെ പല ജോലികളും ചെയ്തു, കുടുംബമായി, അങ്ങനെ അവസാനം പ്രായാധിക്യം വന്നു, ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ചിലതിനൊക്കെ നമുക്ക് ആൻസേഴ്സ് ഉണ്ട്, ചിലതിനേ ഉണ്ടാവുള്ളൂ. പക്ഷേ പലതിനും ആൻസേഴ്സ് ഇല്ല. നമ്മുടെ ഒരേ ഒരു ചോദ്യം, എന്തുകൊണ്ട് ഞാൻ ഇതൊക്കെ സഫർ ചെയ്യേണ്ടി വരുന്നു? എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് ദൈവം എന്നെ ശിക്ഷിക്കുന്നു? വൈ ഈസ് ഗോഡ് സോ ക്രൂവൽ ടു മീ? മനസ്സിലാക്കേണ്ടത്, ഇറ്റ്സ് എ പോയിന്റ്ലെസ് ക്വസ്റ്റ്യൻ, ഇറ്റ് കനോട്ട് ബി ആൻസേർഡ്. എന്തെങ്കിലും ആൻസർ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കർമ്മ എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്കതും പ്രൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ ജന്മങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷേ സിൻസ് ഇറ്റ് ഇസ് സെറ്റ് ലൈക്ക് ദിസ്, നമുക്കത് വിശ്വസിച്ച് മുന്നോട്ട് പോകാം. കാരണം ഈ ഒരു ഫിലോസഫി നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. സോ എന്താ ഇപ്പോൾ ചെയ്യാൻ പറ്റുക? ഒന്ന്, നമുക്ക് ഈൽഡ് ചെയ്യാൻ പറ്റും. വാട്ട് എവർ ഇസ് ഹാപ്പനിങ്, യു സിംപ്ലി ഈൽഡ് ടു ഇറ്റ് ആൻഡ് യു സറണ്ടർ ടു ഇറ്റ്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫർദർ കർമ്മ ഉണ്ടാകാതിരിക്കുള്ളൂ. നമ്മൾ ഒരാളെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അതിനുള്ള മറുപടി നമുക്ക് കിട്ടും. എത്ര സമർത്ഥനായിട്ടും കാര്യമില്ല, എത്ര ബുദ്ധിശാലിയായിട്ടും കാര്യമില്ല. നമ്മൾ തന്നെ ചെയ്യുകയാണ് നമ്മളോട്. കാരണം ഡീപ്പ് ടീച്ചിങ്സിലേക്ക് പോകുമ്പോൾ, ആബ്സല്യൂട്ട് ട്രൂത്തിലേക്ക് പോകുമ്പോൾ ആ വ്യക്തി നിങ്ങളാണ്. നമ്മൾ ആർക്കാണോ ഗുണം ചെയ്യുന്നത് ആ വ്യക്തി നമ്മളാണ്. നമ്മൾ ആർക്കാണോ ദോഷം ചെയ്യുന്നത് ആ വ്യക്തി വേറൊരു വ്യക്തിയല്ല. വേറൊരു വ്യക്തി എന്നുള്ള റിലേറ്റീവ് ട്രൂത്താണ്, ആപേക്ഷികമായ സത്യമാണ്, പൂർണ്ണ സത്യമല്ല. പൂർണ്ണ സത്യത്തിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും ഒന്നാണ്, കോൺഷ്യസ്നെസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സറണ്ടറിൻ്റെ ഭാവം, ഭക്തിയുടെ ഭാവം ഒക്കെയാണ് നമ്മളെ രക്ഷപ്പെടുത്തുക. ഗീതയിൽ പറയുന്നു, വൺ ഹു ഇസ് ഫ്രീ ഫ്രം അറ്റാച്ച്മെന്റ്, ലിബറേറ്റഡ് ആൻഡ് ആക്ട്സ് വിത്ത് നോളജ് ഇസ് നോട്ട് ബൗണ്ട് ബൈ കർമ്മ. ഗീത എന്ന് പറയുന്ന ഉപനിഷത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? വൺ ഹു ഇസ് ഫ്രീ ഫ്രം അറ്റാച്ച്മെന്റ്, ആസക്തി പാടില്ല. വൺ ഹു ഇസ് ലിബറേറ്റഡ്, മുക്തി നേടിയ വ്യക്തി. ആൻഡ് ആക്ട്സ് വിത്ത് നോളജ്, അറിവോടെ പ്രവർത്തിക്കുന്ന വ്യക്തി. ഇസ് നോട്ട് ബൗണ്ട് ബൈ കർമ്മ, കർമ്മത്താൽ ബന്ധിതനാകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നോൺ അറ്റാച്ച്മെൻറ്റ് വലിയൊരു വിഷയമാണ്. ലിബറേഷൻ അത്യാവശ്യമാണ്. മോക്ഷം അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ മുക്തി എന്ന് പറയുമല്ലോ, അത് നേടാൻ സാധിക്കണം. എന്നിട്ട് ആ അറിവോടെ നമ്മൾ ജീവിക്കണം, കർമ്മം ചെയ്യണം. അങ്ങനെ വരുമ്പോൾ കർമ്മബന്ധം നമുക്കുണ്ടാകില്ല എന്നാണ് ഗീത പറയുന്നത്. അപ്പം എന്താ നമുക്ക് ചെയ്യാനുള്ളത്? വെൻ ലൈഫ് ടെസ്റ്റ്സ് യു വിത്ത് ഹാർഡ്ഷിപ്പ്, റെസ്പോണ്ട് വിത്ത് വിസ്ഡം. ജീവിതം നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? വിവേകത്തോടെ പ്രതികരിക്കുക. റെസ്പോണ്ട് വിത്ത് വിസ്ഡം. ഡു നോട്ട് ലെറ്റ് യുവർ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ക്രിയേറ്റ് ന്യൂ സോറോ ഫോർ യുവർ ഫ്യൂച്ചർ.
നിങ്ങളുടെ സ്വതസിദ്ധമായ പ്രതികരണം ഉണ്ടല്ലോ, സ്പോണ്ടേനിയസ് റിയാക്ഷൻസ്, അങ്ങനെയുള്ള പ്രതികരണങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് ന്യൂ സോറോ ഫോർ യുവർ ഫ്യൂച്ചർ. ഭാവിയിൽ കൂടുതൽ ദുഃഖത്തെ വിളിച്ചു വരുത്തും. അതുണ്ടാക്കാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല. അപ്പോൾ പ്രാരബ്ധ കർമ്മം എന്തായാലും ഒഴിവാക്കാൻ സാധിക്കില്ല. ഈ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ദൈവത്തോട് ഈ വിഷമം എല്ലാം മാറ്റിത്തരണേ എന്നൊക്കെ പറഞ്ഞാലും അത് മാറില്ല. ബിക്കോസ് ഹി കനോട്ട് ഡു മച്ച്. നമ്മളാണിത് ചെയ്തത് അല്ലേ. ബട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റും, വി ക്യാൻ ആസ്ക് ഹിം ടു ഗിവ് അസ് സ്ട്രെങ്ത്. ശക്തി തരാൻ പറയാൻ പറ്റും ബൈ സറണ്ടറിങ് ഓർസെൽസ്. പൂർണ്ണമായി നമുക്ക് സറണ്ടർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ശക്തി ലഭിക്കുന്നതായിട്ട് തോന്നും. കാരണം ഈ ഞാൻ എന്ന ഭാവം സറണ്ടർ ചെയ്യുന്ന സമയത്ത് പോവുകയാണല്ലോ ചെയ്തത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ശക്തി ലഭിക്കുന്നതായിട്ട് തോന്നും. നമ്മൾ പറയും നമുക്ക് ഒരു ശക്തി കിട്ടി എന്ന് പറഞ്ഞു. ബേസിക്കലി ഇറ്റ് ഇസ് ദി പവർ ഓഫ് ദ ഡിവൈൻ, പവർ ഓഫ് ദ ലോർഡ് ദാറ്റ് ഇസ് ഇൻസൈഡ് യു, പുറത്തൊന്നുമല്ല. അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യം ആപേക്ഷികമായിട്ടുള്ള സത്യമാണ്, നോട്ട് ദ ഫുൾ ട്രൂത്ത്. ഈ ഒരു പാർഷ്യൽ ട്രൂത്ത് ആവശ്യമാണ്, കാരണം ഡൈല്യൂട്ടഡ് ടീച്ചിങ്സ് ആവശ്യമാണ്. എല്ലാവർക്കും എല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഓക്കെ, ഇതിന് വ്യാവഹാരിക സത്യം എന്ന് പറയും, വേദാന്തത്തിൽ അതാണ് പറയുന്നത്. വേക്കിംഗ് റിയാലിറ്റി, വേക്ക്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഭവം, നമ്മൾ അതാണ് സത്യം എന്ന് പൂർണ്ണമായി ധരിച്ച് അത് വിശ്വസിച്ച് അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയാണത്. വ്യാവഹാരികമാണ്, ട്രാൻസാക്ഷനാണ്. ഓക്കെ, ഇതുകൂടാതെ നമ്മളുടെ മനസ്സിലുള്ള ചിന്തകളൊക്കെ ആണ് നമുക്ക് ഏറ്റവും വിഷമം തരുന്നത്. പുറമേയുള്ള സത്യം, നമ്മുടെ ജീവിതം, അനുഭവം ഒക്കെ എങ്ങനെയാണ് നമ്മളേക്ക് എത്തുന്നത് എന്നുള്ള നമ്മുടെ മനസ്സ് എത്രത്തോളം ശുദ്ധമാണ് അതനുസരിച്ചാണ്. പ്രാതിഭാസിക സത്യം എന്ന് പറയും, ഇല്യൂസറി റിയാലിറ്റി. ഇപ്പം നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ വീക്ഷണങ്ങൾ, നമ്മുടെ പെർസെപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ശരിക്കും ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റിയാലിറ്റിയാണ്. പ്രാതിഭാസികം എന്ന് പറയും, ഇല്യൂസറിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഓരോ സംഗതിയും നമ്മിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ മനസ്സ് എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ്. പക്ഷെ ഇത് രണ്ടും പൂർണ്ണമായ സത്യമല്ല. പൂർണ്ണമായ സത്യം എന്ന് പറയുന്നത് പരമാർത്ഥിക സത്യമാണ്, ആബ്സല്യൂട്ട് റിയാലിറ്റി, അൾട്ടിമേറ്റ് റിയാലിറ്റി. അതാണ് ശരിയായ സത്യം. ജ്ഞാനമാർഗത്തിൽ നമ്മൾ പോകുമ്പോൾ ആ വഴിയിലേക്കാണ് തിരിയുന്നത്. ദ ജേണി വിത്തിൻ ജ്ഞാനമാർഗ്ഗമാണ്. പക്ഷേ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള കുറച്ച് ടീച്ചിങ്സ് പലർക്കും വേണ്ടി വരും. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് അവർക്ക് ചെയ്യാം. ഈ ആബ്സല്യൂട്ട് ട്രൂത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്താണ്? ആർക്കാണ് ഈ കർമ്മ? ഹൂ ഇസ് ദിസ് കർമ്മ ഫോർ? ആർക്കാണ് കർമാനുഭവം എന്ന് സ്വയം ചോദിക്കണം. ഇസ് ഇറ്റ് ഫോർ യുവർ ബോഡി? നിങ്ങളുടെ ശരീരത്തിനാണോ ഈ അനുഭവമുള്ളത്? ഇസ് ഇറ്റ് ഫോർ യുവർ മൈൻഡ്? നിങ്ങളുടെ മനസ്സിനാണോ അനുഭവമുള്ളത്? ഓർ ഇസ് ഇറ്റ് ഫോർ യു? നിങ്ങൾക്കാണോ? ആ നിങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? ഇതൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ടതായിട്ട് വരും. അതാണ് ജ്ഞാനമാർഗം. രമണ മഹർഷി പറയുന്നു, ദ പ്രാരബ്ധ പ്രീഡിസ്റ്റൈൻഡ് കർമ്മ വിച്ച് ക്രിയേറ്റഡ് ദ ബോഡി വിൽ മേക്ക് ഇറ്റ് ഗോ ത്രൂ വട്ട് എവർ ആക്ടിവിറ്റീസ് ഇറ്റ് വാസ് മെന്റ് ഫോർ. പ്രാരബ്ധ കർമ്മം നിങ്ങളുടെ അതിനുവേണ്ടി ഈ ശരീരത്തെ ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്നു മഹർഷി. നിങ്ങളുടെ ഈ ശരീരം ഉണ്ടാക്കപ്പെട്ടത് തന്നെ ഈ പ്രാരബ്ധം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പൂർണ്ണമായും ശരീരം അനുഭവിക്കും, മനസ്സും അനുഭവിക്കും. ബട്ട് ദ ജ്ഞാനി ഗോസ് ത്രൂ ഓൾ ദീസ് ആക്ടിവിറ്റീസ് വിത്തൗട്ട് ദ നോഷൻ ദറ്റ് ഹി ഈസ് ദ ഡൂവർ ഓഫ് ദം. ഒരു ജ്ഞാനിയുടെ ജീവിതം എങ്ങനെയാണ്? ഇതൊന്നും എൻ്റേതല്ല എന്നുള്ളൊരു രീതിയിലാണ് പുള്ളി പോകുന്നത്. ഇറ്റ് ഈസ് ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദിസ് ഇസ് പോസിബിൾ. ഒരു ജ്ഞാനിക്ക് ഇത് എങ്ങനെ നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാവുന്നില്ല. അപ്പോൾ ജ്ഞാനികൾ തീർച്ചയായും കർമ്മത്തെ മറ്റൊരു തട്ടിലാണ് കാണുന്നത്. അവർക്ക് കർമാനുഭവം സാധാരണക്കാർക്കുള്ളതുപോലെ ഇല്ല. ഹീ ഈസ് നോട്ട് ദ ഡൂവർ, അവനല്ല ചെയ്യുന്നത്. ആ ഒരു രീതിയിലാണ് പുള്ളിയുടെ യാത്ര. എങ്കിലും ആ ജ്ഞാനിയുടെ ശരീരത്തിന് പ്രാരബ്ധം ബാധകമാണ്. അതുകൊണ്ട് പ്രാരബ്ധ കർമ്മ ശരീരം അനുഭവിക്കും എന്നാണ് മഹർഷി പറയുന്നത്. And then he says, if the agent upon whom the karma depends, namely the ego, കർമ്മം ആരെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ആ ഏജന്റിനെ, ആ ഘടകത്തെ. ഈഗോ എന്ന് പറയുന്നു. എന്താണ് ഈഗോ എന്ന് പറഞ്ഞാൽ? ഞാൻ ശരീരമാണ് എന്നുള്ളൊരു തോന്നലാണ്. വിച്ച് ഹസ് കം ഇൻ ടു എക്സിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ സെൽഫ്. ഇതെവിടെയാണ് വന്നിട്ടുള്ളത്? ശരീരത്തിനും ആത്മാവിനും ഇടയിൽ വന്നിട്ടുള്ള ഒരു സംഗതിയാണ് ഈഗോ. നമ്മൾ ഞാൻ 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 വിളിച്ചു പറയുന്നില്ലേ? ഈ ഞാനെന്ന് വിളിച്ചു പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശരീരമല്ല. ഈ ശരീരത്തിനും ആത്മാവിനും ഇടയ്ക്കുള്ളൊരു സാധനമാണ് അത്ര ഈഗോ. ഞാൻ ശരീരമാണ് എന്ന ചിന്ത.
എന്ന വിശ്വാസം. So which has come into existence between the body and the self, merges in its source and loses its form. How can the karma which depends upon it survive? അപ്പോൾ കർമ്മം ആരെ ആശ്രയിച്ചിരിക്കുന്നുവോ ആ ഏജന്റിനെ, ശരീരത്തിനും ആത്മാവിനും ഇടയ്ക്കുള്ള ആ ഈഗോ ഉണ്ടല്ലോ, അഹങ്കാരം ഉണ്ടല്ലോ, ഐ ആം ദ ബോഡി ഫീലിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ ഉറവിടം എന്താണ്? സോഴ്സ് എന്താണ്? സെൽഫാണ്, കോൺഷ്യസ്നെസ് ആണ്, അല്ലേ? അപ്പോൾ ആ ഉറവിടത്തിൽ, ആ പിറപ്പിടത്തിൽ അതിനെ ലയിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രൂപം നഷ്ടപ്പെടും, ലൂസ് ഇറ്റ്സ് ഫോം. ഹൗ ക്യാൻ ദ കർമ്മ വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ് സർവൈവ്? അങ്ങനെ വരുമ്പോൾ കർമ്മ എങ്ങനെ നിലനിൽക്കുന്ന മഹർഷി ചോദിക്കുന്നത്. വെൻ ദർ ഇസ് നോ ഐ, ദർ ഇസ് നോ കർമ്മ. കർമ്മം ആശ്രയിക്കുന്ന ഏജന്റാണ് ഈഗോ. വെൻ ദർ ഇസ് നോ ഐ, ആ ഈഗോ ആയ ഞാൻ ഇല്ലാതാകുമ്പോൾ ദർ ഇസ് നോ കർമ്മ, കർമ്മയില്ല. വളരെ ക്ലിയർ ആണ് മഹർഷിൻ്റെ ടീച്ചിങ്സ് കേട്ടോ. ഇവിടെയാണ് ശരിക്കും ആ ആബ്സല്യൂട്ട് ട്രൂത്ത് നമുക്ക് മനസ്സിലാവുക. ഇവിടെ നോക്കൂ, ഇവിടെ നടുവിൽ കാണുന്ന ഐ ഉണ്ടല്ലോ, അതാണ് ഞാൻ ശരീരമാണ് എന്ന തോന്നൽ. നമുക്ക് ഓരോരുത്തർക്കും ആ ബോധമുണ്ട്, ഞാൻ ജനിച്ചു, ഞാൻ മരിക്കുന്നു ഉള്ള വിശ്വാസം ഉണ്ടല്ലോ. ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ജ്ഞാനം ലഭിച്ചിട്ടില്ല. നമുക്ക് ആളുകളോട് പറയാം, പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ബോധം ഞാൻ ജനിച്ചതാണ്, ഞാൻ മരിക്കും എന്ന തോന്നലാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈഗോ ആണ്. നമ്മൾ ഈ ശരീരമായിട്ടാണ് ഞാൻ എന്ന സത്യത്തെ സങ്കല്പിക്കുന്നത്. ആ ഈഗോ ബോഡിയായിട്ട് റിലേറ്റഡ് ആണ്, അല്ലേ? നോക്കൂ, ആ ഈഗോ എവിടെ നിന്നാണ് വരുന്നത്? അതിൻ്റെ പിറപ്പിടം എവിടെയാണ്? അതിൻ്റെ ഉറവിടം എവിടെയാണ്? സെൽഫാണ്. അപ്പോൾ ആ ഈഗോനെ നമുക്ക് സെൽഫിലേക്ക് ലയിപ്പിക്കാൻ കഴിഞ്ഞാൽ, ഈഗോയിലാണ് കർമ്മ ടച്ച് ചെയ്തിരിക്കുന്നത്. ഈ കർമാനുഭവം മുഴുവൻ ഉണ്ടാകുന്നത് ഈഗോയിലാണ്. ഈഗോ എന്ന് പറഞ്ഞാൽ ശരീരമാണ് എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് വൈ. ഞാൻ ശരീരമാണ് എന്നുള്ള തോന്നൽ എനിക്ക് മാറി നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്നെ കർമ്മം ടച്ച് ചെയ്യില്ല. കർമാനുഭവം ഉണ്ടാവും ആർക്ക്? ശരീരത്തിന്. പക്ഷെ ഞാൻ ശരീരമല്ല എന്നുള്ള തോന്നൽ വളരെ സ്ട്രോങ് ആകുമ്പോൾ എന്നെ ബാധിക്കില്ല, എനിക്ക് കർമ്മം എഫക്റ്റ് ചെയ്തതായി തോന്നില്ല. അതാണ് മഹർഷി പറയുന്നത്. യു ആർ നൗ തിങ്കിങ് ദറ്റ് യു ആർ ദ ബോഡി ആൻഡ് ദെയർഫോർ കൺഫ്യൂസ് യുവർ സെൽഫ് വിത്ത് ഇറ്റ്സ് ബർത്ത് ആൻഡ് ഡെത്ത്. നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾ ശരീരമാണ് എന്ന്. അത് കാരണം നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾ ജനിക്കുന്നു, നിങ്ങൾ മരിക്കുന്നു. ബട്ട് യു ആർ നോട്ട് ദ ബോഡി ആൻഡ് യു ഹാവ് നോ ബർത്ത് ആൻഡ് ഡെത്ത്. പക്ഷെ നിങ്ങൾ ശരീരമല്ല, അത് കാരണം നിങ്ങൾക്ക് ജനനമില്ല, നിങ്ങൾക്ക് മരണവുമില്ല. നിങ്ങൾ ജനിച്ചിട്ടില്ല, നിങ്ങൾ മരിച്ചിട്ടില്ല, നിങ്ങൾക്ക് പുനർജന്മമില്ല, ജന്മമേ ഇല്ല. പിന്നെന്ത് പുനർജന്മം? ഇതാണ് ആബ്സല്യൂട്ട് ട്രൂത്ത്, ഇതാണ് ജ്ഞാനം. പിന്നെ എന്തിനതൊക്കെ പറഞ്ഞു? അത് പറയണം, കാരണം ഇത് ഹയർ ലെവലാണ്, ഇതെല്ലാവർക്കും കിട്ടില്ല. യു മസ്റ്റ് ബി റൈപ്പ് ടു ക്യാച്ച് ദിസ്. പഴുത്ത പഴം താനെ വീഴുമല്ലോ എന്ന രീതിയിലാകുമ്പോഴേ ഈ സത്യം കിട്ടുള്ളൂ. അത് കാരണം തന്നെയാണ് പലതരം ട്രൂത്ത്സും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം സത്യമാണ്, പല പല അർത്ഥങ്ങളിലാട്ടോ. ഫോർ ദ വൺ ഹൂ തിങ്സ് ഹീസ് ദ ഈഗോ ഓർ ഷീസ് ദ ഈഗോ, ഞാൻ ശരീരമാണ് എന്നുള്ള ബോധമുള്ളവർക്ക് പുനർജന്മമുണ്ട്, മരിക്കും ചെയ്യും. അവർക്ക് നേരത്തെ പറഞ്ഞ കർമ്മ ഫിലോസഫി ബാധകമാണ്, അവരത് ചെയ്യണം. കാരണം എന്താണ്? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ചിത്തശുദ്ധി വരികയുള്ളൂ. ചിത്തശുദ്ധി വരുത്തണമെങ്കിൽ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും നന്നാകണം. ചിത്തശുദ്ധി വന്നവർക്ക് മാത്രമേ ജ്ഞാനിയാകാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനമൊന്നും എവിടെ എത്തില്ല. എത്ര പ്രായം ഒന്നും ഇതിൽ വിഷയമല്ല കേട്ടോ. ചില കുട്ടികൾക്ക് ഇത് മനസ്സിലാവും, പക്ഷെ എത്ര പ്രായം അവർക്ക് മനസ്സിലാവില്ല. ഇതിൽ പ്രായം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രായമല്ല നമ്മൾ പറയുന്നത്. ആ സോൾ ഉണ്ടല്ലോ, അതിൻ്റെ പ്യൂരിറ്റിയാണ് നോക്കേണ്ടത്. അത് പ്യുവറാകുന്ന സമയത്ത് ഈ സത്യം കിട്ടും. പിന്നെ നമുക്ക് കർമ്മയിൽ നിന്നും രക്ഷ നേടാൻ കഴിയും. അപ്പോൾ ഹൗ ടു ട്രാൻസെൻഡ് കർമ്മ? നമ്മൾ ചോദിക്കേണ്ടത് ഹൂ ഇസ് ദിസ് കർമ്മ ഫോർ? ആർക്കാണ് ഈ കർമാനുഭവം ഉള്ളത്? ആർക്കാണുള്ളത് എന്ന് ചോദിക്കണം. അതാണ് നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങേണ്ടത്. സോ വെൻ ദ ഫീലിംഗ് ഐ ആം ഡൂയിങ് ഇസ് ലോസ്റ്റ്, നത്തിങ് എഫക്ട്സ് എ മാൻ. ഞാൻ ചെയ്യുന്നു എന്ന ചിന്ത ഇല്ലാതാകുമ്പോൾ നത്തിങ് എഫക്ട്സ് എ മാൻ. ഒരു മനുഷ്യനെ ഒന്നും ബാധിക്കില്ല. Unless one realizes the self, the feeling I am doing will never vanish. ആത്മസാക്ഷാത്കാരം നേടാതെ ഞാൻ ചെയ്യുന്നു എന്ന ചിന്ത ഒരിക്കലും ഇല്ലാതാകുന്നില്ല. ഒന്ന് നോക്കൂ, വിച്ച് മീൻസ് ആത്മസാക്ഷാത്കാരം ലഭിക്കുക മാത്രമേ വഴിയുള്ളൂ കർമ്മത്തിൽ നിന്നും പുറത്തു കിടക്കാൻ. കാരണം
ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവർക്ക് ഞാൻ ചെയ്യുന്നു എന്ന തോന്നൽ ഇല്ലാതാകില്ല. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു അനുഭവം ഉണ്ടാവും. ഞാൻ ചെയ്യുന്നു എന്നുള്ള അനുഭവം വരുമ്പോൾ കർമ്മ നമ്മളെ പിന്തുടരും. അതാണ്, ഒരിക്കലും കർമ്മമാർഗത്തിലൂടെ കർമ്മത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയില്ല. നല്ല രീതിയിലുള്ള നടപ്പും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ചിത്തശുദ്ധി വരുത്താൻ സഹായകരമാക്കും. ബട്ട് ഇറ്റ് വിൽ നോട്ട് വൈപ്പ് ഔട്ട് കർമ്മ. വീണ്ടും നമ്മൾ പുനർജന്മങ്ങളിലൂടെ ഇത് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കതിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരേ ഒരു മാർഗം ജ്ഞാനമാണ്. അൺലെസ് വൺ റിയലൈസസ് സെൽഫ്, ദ ഫീലിംഗ് ഐ ആം ഡൂയിങ് വിൽ നെവർ വാനിഷ്. ഞാൻ ചെയ്യുന്നു എന്നുള്ളത് വിട്ടുപോകില്ല. ആ ഐ അവിടുന്ന് പോകണം. അതിനാണ് നേരത്തെ പറഞ്ഞ ഈ ചോദ്യം ചോദിക്കുന്നത്, ഹൂ ഇസ് ദിസ് കർമ്മ ഫോർ? മഹർഷിയുടെ ഫോർമുലയിലേക്ക് നമ്മൾ വരികയാണ്. ആർക്കാണ് ഈ കർമ്മം ഉള്ളത്? നിങ്ങൾക്ക് വിഷമമുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ആർക്കാണ് വിഷമം എന്ന് ചോദിച്ചു. ശരീരത്തിനാണോ വിഷമം? മനസ്സിനാണോ വിഷമം? ശരീരത്തിനാണ് വിഷമം എന്ന് പറഞ്ഞാൽ ആരുടെ ശരീരം? നിങ്ങളുടെ ശരീരമില്ലേ? എൻ്റെ മനസ്സിനാണ് വിഷമം എന്ന് പറഞ്ഞാൽ അവിടെ ഞാനെന്നത് മാറി നിൽക്കുകയാണ്. എൻ്റെ മനസ്സെന്നാണ് പറയുന്നത്. ആ ഞാൻ അവിടെ വേറെ നിൽക്കുന്നുണ്ട്. ഹൂ ഇസ് ദിസ് കർമ്മ ഫോർ? അതെനിക്കാണെന്നല്ല വരിക. ടു മീ എന്ന് ഉത്തരം വരും. എനിക്കാണ്. അപ്പോൾ നമുക്ക് ആ സോഴ്സിലേക്ക് എത്താൻ സാധിച്ചു. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും സ്ലോലി മാറി നമ്മൾ നമ്മളിലേക്ക് വന്നു. ദ ജേർണി വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് വലിയാണ്. നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ടു മീ എന്ന് വരും. ആർക്കാണ് ഈ കർമ്മം ഉള്ളത്? എനിക്കാവുള്ളത്. ടു മീ. ടു മീ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കരുത്. ഇമ്മീഡിയറ്റ്ലി നമ്മൾ അന്വേഷണം ആരംഭിക്കണം. ഇതാണ് മഹർഷിയുടെ ടീച്ചിങ്. ഹു അമായി? ഈ കർമാനുഭവം എനിക്കുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ഞാനുണ്ടല്ലോ. ആ ഞാൻ ആര് എന്ന് അന്വേഷിക്കണം. ഇതിനാണ് ആത്മവിചാരം എന്ന് പറയുന്നത്. ഈ ഈഗോ ഉണ്ടല്ലോ, ഞാൻ ശരീരമാണ് എന്നുള്ള തോന്നൽ, അതാണല്ലോ നടുവിലുള്ള ഐ. ആ ഐ എവിടെ നിന്ന് വന്നു? അതാണ് വെൻസ് എം ഐ, ഫ്രം വേർ, ഫ്രം വാട്ട് സോഴ്സ് എന്നാണ് അർത്ഥം. അതിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിച്ചുവിടണം. അപ്പോഴാണ് നമുക്ക് ഈ ഫോർമുലയിലൂടെ ആത്മസാക്ഷാത്കാരം നേടാൻ കഴിയുക. മഹർഷി പറയുന്നു, ദി എസൻസ് ഓഫ് കർമ്മ ഈസ് ടു നോ ദ ട്രൂത്ത് ഓഫ് വൺ സെൽഫ് ബൈ ഇൻക്വയറിംഗ് ഹു ആം ഐ, ദ ഡൂവർ ഹു ബിഗിൻസ് ടു ഡു കർമാസ്. ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ച് സ്വയം സത്യം അറിഞ്ഞ്, ഇതാണ് കർമ്മത്തിൻ്റെ സാരം എന്നാണ് മഹർഷി പറയുന്നത്. Unless the doer of karmas, the ego is annihilated through inquiry. The perfect peace of supreme bliss, which is the result of karma yoga, cannot be achieved. കർമ്മങ്ങൾ ചെയ്യുന്ന ആളായ ഒരു അഹംബോധം ഉണ്ടല്ലോ, ഈഗോ ഉണ്ടല്ലോ, അതിനെ നമ്മൾ നശിപ്പിക്കണം. എങ്ങനെ? ത്രൂ എൻക്വയറി, അന്വേഷണത്തിലൂടെ നശിപ്പിക്കണം. അപ്പോൾ ദ പെർഫെക്റ്റ് പീസ് ഓഫ് സുപ്രീം ബ്ലിസ്, വിച്ച് ഇസ് ദ റിസൾട്ട് ഓഫ് കർമ്മയോഗ, അതില്ലാതെ അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. കർമ്മയോഗത്തിൻ്റെ ഫലമായ പരമാനന്ദത്തിൻ്റെ ശാന്തി ഉണ്ടല്ലോ, നമുക്കൊരിക്കലും കൈവരിക്കാനാകില്ല എന്ന് മഹർഷി പറയാണ്. അപ്പോൾ നമ്മളുടെ ഈഗോനെ നമുക്ക് അനൈഹിലേറ്റ് ചെയ്യണം, വധിക്കണം. ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ ശരീരമാണ് എന്നുള്ളൊരു തെറ്റായ ധാരണയാണ്, ഒരു ഇല്യൂഷനാണ്. ആ മറ നീങ്ങണം. ശ്രീ ബുദ്ധൻ പറയുന്നു, ധമ്മപദയിലുണ്ട്, ഹി ഹു ഇസ് ഫ്രീ ഓഫ് എവ്രിതിങ്, ആരാണോ എല്ലാത്തിൽ നിന്നും മുക്തനാകുന്നത്, ദാറ്റ് ഇസ് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, ഭൂതം, വർത്തമാനം, ഭാവി, ഇതാണ് കർമ്മ. ഫ്രീ ഫ്രം ക്രേവിങ്. സോ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചറിൽ നിന്ന് മുക്തി നേടണം. അപ്പോൾ കർമ്മ എവിടെ നിന്ന് വന്നു? ഫ്രീ ഫ്രം ക്രേവിങ്, ആസക്തിയിൽ നിന്നും മുക്തനാകണം. ഫ്രീ ഫ്രം അറ്റാച്ച്മെന്റ്, ബന്ധനങ്ങളിൽ നിന്നും മുക്തനാകണം. ഹിം ഐ കോൾ എ ഹോളി മാൻ, അങ്ങനെയുള്ള ഒരുവനെയാണ് ഞാൻ വിശുദ്ധൻ എന്ന് പറയുന്നത് എന്ന് ശ്രീബുദ്ധൻ പറയാണ്. ധമ്മപദ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ ശ്രീബുദ്ധൻ പോലും വിശുദ്ധൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? വൺ ഹു ഈസ് ഫ്രീ ഓഫ് എവ്രിതിങ്. കർമ്മയിൽ നിന്നും ഫ്യൂച്ചറിൽ നിന്നും പാസ്റ്റിൽ നിന്നും എല്ലാം നമുക്ക് വിട്ടുമാറാൻ, അതായത് മനസ്സിൽ നിന്നും മാറി നിൽക്കാൻ പറ്റണം, മനസ്സിൽ നിന്നും മുക്തി നേടണം. അങ്ങനെയുള്ളവർക്ക് എന്തുണ്ടാവില്ല? ഒരു ഹോളിയായി കഴിയുന്ന സമയത്ത് ദേ വിൽ നോട്ട് ഹാവ് ക്രേവിങ്, ആസക്തി ഉണ്ടാവില്ല, ഇന്നത് വേണമെന്നുള്ള ശാഠ്യം ഉണ്ടാവില്ല, അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല, ബന്ധനങ്ങൾ ഉണ്ടാവില്ല. എൻ്റേത് എന്നുള്ള തോന്നലാണ് അറ്റാച്ച്മെൻറ്റ്, ബന്ധനം. എൻ്റേത് എന്നുള്ള തോന്നലാണ് ഏറ്റവും വലിയ ശത്രു. നമുക്ക് എന്തുണ്ട് എന്നല്ല വിഷയം, എൻ്റേത് എന്നുള്ള തോന്നലാണ് വിഷയം. അതാണ് കർമാനുഭവം നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അതിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കണം. ഹിം ഐ കോൾ എ ഹോളി മാൻ,
അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഞാൻ വിശുദ്ധൻ എന്ന് വിളിക്കുന്നു എന്നാണ് പറയുന്നത്. ആ വിശുദ്ധനാകാൻ ഉള്ള ഏറ്റവും നല്ല മാർഗമാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആത്മവിചാരം അഥവാ സെൽഫ് എൻക്വയറി. സോ പ്ലീസ് ക്ലോസ് യുവർ ഐസ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. നിങ്ങളുടെ ലൈഫ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നിങ്ങളുടെ ജീവിതാനുഭവം മാത്രം എടുത്ത് നോക്കുക. ടീച്ചിങ്ങിലേക്ക് പിന്നെ പോകാം. സ്വന്തം അനുഭവം എന്താണോ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. എന്തുകൊണ്ട് ഞാനിത് അനുഭവിക്കുന്നു എന്നെനിക്കറിയില്ല. ഐ ഡു നോട്ട് നോ. പക്ഷേ അനുഭവം ഉണ്ട് എന്നത് സത്യമാണ്. എന്തുകൊണ്ട് ഞാൻ ഇത് അനുഭവിക്കുന്നു എന്ന ചോദ്യം ഇനി ഞാൻ ചോദിക്കില്ല. കാരണം എനിക്കറിയില്ല. എനിക്ക് എന്നല്ല, ആർക്കും അറിയില്ല. അപ്പോൾ ഉത്തരം കിട്ടാത്ത ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന തിരിച്ചറിവിൽ ഇനി മുതൽ ആ ചോദ്യം ചോദിക്കുന്നില്ല. എന്തുകൊണ്ട് ദൈവം എന്നെ രക്ഷിക്കുന്നില്ല എന്ന് ചോദിക്കുന്നില്ല. ഞാൻ അനുഭവിക്കുന്നത് ഞാൻ ചെയ്ത കർമ്മമനുസരിച്ചാണ്. ഐ ആം സിംപ്ലി എൻജോയിങ് ദ ഫ്രൂട്ട്സ് ഓഫ് മൈ ഡീഡ്സ്. എൻ്റെ ചെയ്തികൾ, എൻ്റെ ആക്ട്സ്, കർമ്മം, അതാണ് എനിക്ക് ഇത് ഉണ്ടാക്കി തന്നത് എന്ന തിരിച്ചറിവിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാതെ ഭക്തിമാർഗത്തിലൂടെ പോകുന്നവർ അവരുടെ ഈശ്വരനെ, അവരുടെ ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പൂർണ്ണമായും സറണ്ടർ ചെയ്യുക. ആ സറണ്ടറിൽ ഞാൻ എന്ന ബോധം ഇല്ലാതാകണം. എൻ്റെ ഈശ്വരനിലേക്ക് എനിക്ക് പൂർണ്ണമായും ലയിക്കാൻ കഴിയുമ്പോൾ മാത്രമേ കർമാനുഭവത്തിൽ മാറ്റം വരികയുള്ളൂ. എനിക്ക് ചിലത് നേടണം എന്ന ഒരാഗ്രഹത്താൽ ഞാൻ എൻ്റെ ദൈവത്തെ കൂട്ടുപിടിച്ചാൽ കാര്യം നടക്കില്ല. അവിടെ സറണ്ടർ പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. അവിടെ എൻ്റെ ആവശ്യമാണ് എനിക്ക് മുഖ്യം. എൻ്റെ എന്ന ആ തോന്നൽ ഇല്ലാതായാൽ മാത്രമേ കർമ്മത്തിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ കഴിയുകയുള്ളൂ. ഇതാണ് പരമമായ സത്യം. ആബ്സല്യൂട്ട് ട്രൂത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ആർക്കാണ് ഈ കർമാനുഭവം ഉണ്ടാകുന്നത്? ഇപ്പോഴത്തെ അവസ്ഥ കാരണം ആരാണ് വിഷമം അനുഭവിക്കുന്നത്? ഞാൻ എന്ന് ഉത്തരം ലഭിക്കുമ്പോൾ ഹു am I എന്ന് അന്വേഷിക്കണം. ആ വിഷമം അനുഭവിക്കുന്ന ഞാൻ ആര്? ശരീരമാണോ? മനസ്സാണോ? ആണെങ്കിൽ ആരുടെ ശരീരം, ആരുടെ മനസ്സ് എന്നന്വേഷിച്ചുകൊണ്ട് നമ്മൾ നമ്മിലേക്ക് തന്നെ തിരിയണം. ഞാൻ ആര് എന്ന അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ് അറിയാൻ കഴിയുന്നത്? എന്താണ് അനുഭവം? ആരെയാണ് കാണുന്നത്? വല്ലതും കാണുന്നുണ്ടെങ്കിൽ അത് ഞാനല്ല. അതിൻ്റെ മനസ്സിൽ ഞാൻ സൃഷ്ടിച്ച രൂപം മാത്രമാണ്. നാമരൂപങ്ങൾക്കതീതമായ ഒരു ഞാൻ ഉള്ളിലുണ്ടല്ലോ. അപ്പോൾ ഇത് കാണുന്നതാര്, കേൾക്കുന്നതാര് എന്നന്വേഷിച്ച് മുന്നേറുക.
Who am I? ഈ ഞാൻ എവിടെ നിന്നാണ് ഉണ്ടായത്? അതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? അതാണ് whence am I. Who am I? Whence am I? ഈ കർമാനുഭവം ഉള്ള ആ ഞാൻ ആര് എന്നറിയാനുള്ള താല്പര്യം ശരിക്കും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കർമ്മത്തിൽ നിന്നും മുക്തി നേടാൻ കഴിയുകയുള്ളൂ. ആ ഞാൻ എന്ന സത്യത്തിൽ ചേർന്ന് നിൽക്കുക. മനസ്സിനെ പുറത്തോട്ട് സഞ്ചരിക്കാൻ അനുവദിക്കാതെ ശ്രദ്ധ ഉള്ളിലേക്ക് തന്നെ തിരിച്ചുവിടും. Take the journey within. ഇതാണ് സെൽഫ് എൻക്വയറി അഥവാ ആത്മവിചാരം. സത്യത്തെ അറിയാനുള്ള ജിജ്ഞാസയോടെ ഞാനുമായി ലയിക്കുകയാണ്. I become one with myself. Gently open your eyes. Thank you so much.